സിദ്ദിഖ് സാർ എന്ന് പറഞ്ഞാൽ എന്തോരം സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം ഇത്രയും കറണ്ട് കോമഡി ചെയ്യാനായിട്ട് അത് വെച്ചാൽ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ സാധനമൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ പറയുന്ന സാധനങ്ങൾക്ക് വരെ ഭയങ്കര ടൈമിംഗ് ഉള്ള, ഒരുപാട് ചിന്തിക്കാനുള്ള, ഒരുപാട് ഒന്നും പറയാനില്ല. ഞാനായിട്ട് ഭയങ്കര ആത്മബന്ധമായിരുന്നു. ഞാനത് ആരോടും ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. ഓരോ സാധനങ്ങളൊക്കെ ഞാൻ സാറിനെ വിളിക്കും, സാറേ എവിടെയാണ്, അനിയപ്പ പറയൂ അനിയപ്പ, സാറിപ്പോൾ എവിടെയുണ്ട്, ഞാൻ വീട്ടിലുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ഒരു സാധനങ്ങൾ ഫ്ലാറ്റിൽ കൊണ്ടുപോകും. ചേച്ചിക്കും മക്കൾക്ക് അറിയാം, ഇപ്പോഴും അറിയാം. അവർ ഇൻ്റർവ്യൂ ആണെങ്കിൽ ചേച്ചിക്കും മക്കൾക്ക് അറിയാം. ഞാൻ ഓരോ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഞാൻ അന്ന് സാറിൻ്റെ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയിട്ട് ഈ കള്ളുകൂടിയൻ സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു കള്ളുകൂടിയൻ ചെയ്യട്ടെ സാർ, സാർ തിരക്കിലിരിക്കുക. ഏറ്റവും വലിയ പ്രത്യേകത ബാത്റൂമിൽ ഇരിക്കണമെങ്കിലും ഫോൺ എടുക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളി. അത്രക്കും വിനയമുള്ള ഒരാളാണല്ലോ. അപ്പം ഞാൻ പോകാനായിട്ട് എന്നാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ, തിരക്കുള്ള ആള് അവിടെ വെച്ച് ചെയ്തിട്ട്. അപ്പോൾ ഒരു വയ്യാത്ത കൊച്ചുണ്ട്, ആ കൊച്ചൊക്കെ ആ വാതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവരൊക്കെ എൻ്റെ കുടിയൻ, എൻ്റെ കുടിയൻ കണ്ടുകൊണ്ടിരിക്കുക, ചേച്ചിയും മക്കളും ഒക്കെ. ഞാൻ അവിടെ നിന്നിട്ട് പെർഫോം ചെയ്യണതും ഇതിനിടെ കൂടി ആരോ കോൾ ചെയ്യണം, സാറ് കോൾ ചെയ്യാൻ പോകണം, ഞാൻ ബ്രേക്ക് ചെയ്യണം, വിളിക്കണം. അപ്പോൾ ഇതുപോലൊരു മനുഷ്യപ്പറ്റുള്ള ഒരു സംവിധായകൻ, അത് എനിക്ക് തോന്നുന്നു കണ്ണ് കിട്ടിയിട്ടൊക്കെ പോയേക്കണമായിരിക്കും സാറ്. കാരണം സാറൊക്കെ ഇപ്പോഴും പോകേണ്ട ആൾക്കാരല്ല. ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയിൽ ചെയ്യേണ്ട ഒരാൾക്കാരാണ് സിദ്ദിഖ് സാറൊക്കെ. ചിരിയുടെ മാലപ്പുടക്കത്തിന് തിരികൊളുത്തിയിട്ടുള്ള അവരൊക്കെ പോണത് എന്ത് പറയാനാണ്. മണിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്നേഹിച്ച് കൊതിയില്ല. ഇന്നസെൻ്റ് ചേട്ടനൊക്കെ എൻ്റെ പൊന്നെ എന്തോരം എനിക്ക് വേണം എന്താണ് ആ കള്ളുകൂടിയൻ പടക്കടക്ക് അത് ഓക്കെ, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ മേത്ത് വലിക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ല, അവർ സീനിയർ ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ എന്ത് സപ്പോർട്ടാണ് എനിക്ക് അവർ തന്നതെന്നറിയാമോ. അശോകൻ ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും. അതുപോലെ ഒരു സംഭവം ഉണ്ടാക്കിയത് ഇന്നസെൻ്റ് ചേട്ടനാ. ഏതാണെന്നറിയാമോ, ആ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് നീ ആരാടാ നരസിംഹറാവു, അത് പുള്ളികളുണ്ട. എനിക്ക് തോന്നുന്നത് സിദ്ദിഖേ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഈ സാധനം പുള്ളി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, നീ അവിടെ ഇരിക്കടാന്ന് കണ്ട ബസ് സ്റ്റോപ്പിലെ സാധനമില്ലേ, അതെനിക്ക് കൂടെ ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞിട്ടുള്ള സംഭവമാണത്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിവില്ലായ്മ കയറും, ഓക്കെ, എനിക്ക് തോന്നണതാണ്. ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ ആ സാധനം കയറി വന്ന ഒരു സീനാണ് അതൊക്കെ. അടിക്കുമ്പോ ആ ഒരു സാധനം ഉണ്ടല്ല, അത് ശരിക്കും ഇങ്ങനെ ഈ ചെരുപ്പ് വലിച്ചെറിഞ്ഞിട്ട് അടിക്കുന്നുണ്ട് പുള്ളി ഇങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ അടിച്ചിട്ട് ഒരു കറക്കാണ് തന്നെ. അടിക്കുമ്പോ മാറിക്കൊളടാ പോറക്കെന്ന് പറഞ്ഞിട്ട് ഒരു വീഴ്ചയാണ്, ടക്കെന്ന് പറഞ്ഞിട്ട് വീഴ്ച. കല്ല് നിങ്ങൾ എന്നും ആ സീൻ എടുത്ത് നോക്കിക്കോളൂ. അതാ പറഞ്ഞേ, ഞങ്ങള് അടിച്ച് വീഴുക. പക്ഷെ ഞാനും എല്ലാം പറയാൻ പറ്റുമോ, എന്തെങ്കിലും എനിക്ക് വയ്യെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഷൂട്ട് ബ്രേക്ക്, വേണ്ട എന്നാ മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. പുതിയ നടന്മാരുടെ പ്രത്യേകത ഈ പറഞ്ഞ ഡയലോഗിലാണ് നമ്മൾ അനിയപ്പൻ ശരിക്കും ഒന്ന് ഫ്രെയിം ചെയ്ത് കാണുന്നത്. മൊത്തത്തിൽ നമ്മുടെ ആ അടിക്കുമ്പോൾ മാറിപ്പള്ളടാ പുറക്കെന്നുള്ള ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമില് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട് അർജുന അശോകനായിട്ട് ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അർജുന അശോകൻ പറയുന്ന സംഭവം അതെന്തായിരുന്നു സത്യത്തില്? അത് ഞങ്ങള് സുമതി വിളവ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തകർത്ത് വന്നോണ്ടിരിക്കുന്ന പടമാണ് സുമതി വിളവ്. ഒരു ഹൊറർ മൂവിയാണ്, ഹൊറർ കോമഡി ഫാമിലി മൂവിയാണ്. അപ്പൊ ഞാൻ ഇതുപോലെ തിയേറ്ററിൽ ഞാൻ ഫാമിലി ആയിട്ട് സിനിമ കണ്ടുപിടിക്കുമ്പോഴേക്കും അർജുന അശോകൻ എല്ലാവരും കൂടി തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് വന്നേക്കുക. ഞാൻ ഉണ്ടെന്ന് ഇവർ അറിഞ്ഞില്ല. അപ്പോഴാണ് ഇങ്ങനെ വന്ന്, അപ്പൊ എല്ലാവരും ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അവിടെ കമന്റ്സ് ഉണ്ട്, എന്താണ് അടിക്കുമ്പോ മാറിക്കളാ പോർക്കെന്ന് അച്ഛനോട് പറഞ്ഞ ഡയലോഗ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മകനോട്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് രണ്ട് തലമുറയുടെ കാര്യം ഞാൻ എടുത്ത് ചോദിച്ചത്.